പാരമ്പര്യ ഘടകങ്ങൾ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. പാരമ്പര്യ ഘടകങ്ങൾ കൂടാതെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമുക്ക് ചുറ്റുമുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതചര്യയിലുള്ള വ്യത്യാസങ്ങൾ, ഇത് മൂന്നും കൂടെ കലർന്നിട്ടാണ് മൈഗ്രെയിൻ്റെ ഒരു പ്രധാനമായിട്ട് വരുത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ചില രോഗങ്ങൾ തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ മൈഗ്രെയിനിലൂടെ ആയിരിക്കാം. ഉദാഹരണത്തിന് 20 വയസ്സപ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്ന കണ്ടീഷൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ കാഴ്ച വ്യത്യാസം വന്നതിന് ശേഷമുള്ള തലവേദന, അത് കഴിഞ്ഞ് ഛർദ്ദിച്ചിട്ട് മാറുന്നു. അത് കഴിഞ്ഞൊരു 30 വയസ്സൊക്കെ ആകുമ്പം ഈ കാഴ്ച വ്യത്യാസം ഇല്ലാതെ തലവേദന വന്നിട്ട് ഛർദ്ദിച്ച് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാഴ്ച വ്യത്യാസം കാണാതെ 40 വയസ്സിലേക്ക് കഴിയുമ്പോൾ അവർക്ക് പല തവണ സ്ട്രോക്കുകൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ കടവ് മൂലവും രക്തസ്രാവം മൂലമൊക്കെ ഉള്ള സ്ട്രോക്കുകൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും 50 വയസ്സാകുമ്പം ഓർമ്മശക്തിയും നമ്മുടെ ജീവിതചര്യകൾ സ്വയം നിർണ്ണയിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയാം, ആ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും 60 വയസ്സില്ല മരണം സംഭവിക്കുന്ന കഡാസിൽ എന്നൊക്കെ പറയുന്ന ചില രോഗാവസ്ഥയുടെ തുടക്കം മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഡിസീസുകളാണ്. അന്നേരം അതൊക്കെ മ്യൂട്ടേഷൻ നോച്ച് 3 എന്നൊക്കെ പറഞ്ഞ ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലമാണത് സംഭവിക്കുന്നത്. അതുകൂടാതെ തന്നെ പല തലവേദനകളും ചില ഈ ജനറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ പലതിലും ഈ തലവേദന പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഡിസീസുകളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട്.